നെയ്യാറ്റിങ്കര ഗോപന്റെ ശരീരത്തിൽ 4 ചതവുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുഖത്തും മൂക്കിലും തലയിലുമടക്കം 4 ചതവുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഈ ചതവുകൾ മരണകാരണമായിട്ടില്ലെന്നാണ് സൂചന. ഗോപന് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു. കൂടാതെ വൃക്കകളിൽ സിസ്റ്റും ഹൃദയധമനികളിൽ 75% ബ്ലോക്കും ഉണ്ടായിരുന്നു. രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ഹൃദയവാൽവിൽ 2 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നതായി ഗോപന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുകളുണ്ടായിരുന്നു. തലയിൽ കരുവാളിച്ച പാടുണ്ടെന്ന് അന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ശ്വാസകോശത്തിൽ ഭസ്മം നിറഞ്ഞിരുന്നു. ഇത് ഭാര്യയും മക്കളും സമാധി എന്ന പേരിൽ സംസ്കരിച്ചപ്പോൾ ഉണ്ടായതാകാം. ജനുവരി 9 ഗോപൻ മരിച്ചത്. അച്ഛന്റെ ആഗ്രഹപ്രകാരം സമാധിയിരുത്തിയെന്നായിരുന്നു ഇയാളുടെ മക്കൾ പറഞ്ഞത്. മരണത്തിൽ സംശയമുന്നയിച്ച് നാട്ടുകാർ പരാതി നൽകി. അവിടെ അമ്പലം പണിയുമെന്നും ഉത്സവം നടത്തുമെന്നുമൊക്കെയാണ് ഇയാളുടെ മക്കൾ പറയുന്നത്. ഹൈക്കോടതി അടക്കം സംഭവത്തിൽ ഇടപെട്ടതോടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കല്ലറയിലിരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു. ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറഞ്ഞ നിലയിലായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇതിനുശേഷം വീണ്ടും സംസ്കരിച്ചു. അതേസമയം നെയ്യാറ്റിങ്കര ഗോപന് ആരോഗ്യത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ലെന്ന് ഭാര്യയും പറയുന്നുണ്ട്. കൃത്യമായി ഭക്ഷണവും മരുന്നുമെല്ലാം കഴിച്ചിരുന്നെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു കൊതുക് കടിക്കാൻ പോലും ഞങ്ങൾ അനുവദിച്ചില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ആരോഗ്യത്തിനൊരു കുറവുമില്ല, കാരണം കൃത്യമായി ഭക്ഷണവും ആഹാരവുമെല്ലാം കഴിക്കും. ശരീരപുഷ്ടിയിൽ ഒരു കുറവുമില്ല എന്നുവെച്ചാൽ പ്രായമനുസരിച്ചുള്ള കാഴ്ചക്കുറവ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാനാകില്ലെന്നേ ഉള്ളൂ. നല്ല സ്മൂത്തായിട്ടാണ് ആഹാരം കഴിച്ചത്. കാലിന് മാത്രം മുറിവുണ്ടായിരുന്നു. ദിവസം കുളിക്കുന്നയാളാണ്. നെറ്റിയിലേത് മുറിവല്ല, പണ്ട് എവിടെയോ തട്ടിയുണ്ടായ തഴമ്പാണ്. മുറിവല്ല, ഒരിക്കലുമല്ല. ചുമട്ടുതൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരനാണ്, മരം മുറിക്കുന്നയാളാണ്. മരത്തടിയെടുത്ത് ചുമന്ന് പണിത ക്ഷേത്രമാണിത്. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. അങ്ങനത്തെ ഒരു മുറിവും ശരീരത്തിലുമില്ല. ഇല്ലാത്തതെന്തിനാണ് പറയുന്നത്? നെയ്യാറ്റിങ്കര ഗോപന്റെ മുഖത്തും തലയിലും മൂക്കിലും ചതവുണ്ടായിരുന്നതും എന്നാൽ അത് ആഴത്തിലുള്ള മുറിവല്ലെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഈ ചതവുകൾ മരണകാരണമായിട്ടില്ലെന്നുമാണ് കണ്ടെത്തൽ. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.